ഇവിടെ വെക്കേഷൻ ഒക്കെ ആയില്ലേ, നമുക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യണ്ടേ? എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്ത് ചെയ്യും? ഫാത്തിമ മാതാ പള്ളിയുടെ സ്വന്തം ന്യൂസ് ചാനലായ വോയിസ് 13 സ്വാഗതം. നിങ്ങൾക്ക് ഏവർക്കും വോയിസ് 13 ന്യൂസ് ചാനലിലേക്ക് കൃത്യമായ സ്വാഗതം. സ്തുതിയായിരിക്കട്ടെ. വോയിസ് 13 ആദ്യത്തെ വാർത്ത തന്നെ നമ്മുടെ ഇടവകയ്ക്ക് ഏറെ അഭിമാനകരമാണ്. 2024-25 അധ്യയന വർഷത്തിൽ പാലക്കാട് രൂപതയുടെ വിശ്വാസ പരിശീലന വേദിയിൽ 10ാം ക്ലാസ്സിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയത് നമ്മുടെ ഇടവകാംഗമായ മെൽവിൻ പി അനിലാണ്. മെൽവിൻ അനിൽ രജിത ദമ്പതികളുടെ രണ്ടാമത്തെ മകനാണ്. SSLC+2 വിശ്വാസ പരിശീലന വേദിയുടെ ഫലപ്രഖ്യാപനം നടത്തി. 100% വിജയം കൈവരിച്ച നമ്മുടെ ഇടവകയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ. അവരെ പരിശീലിപ്പിച്ച മാതാപിതാക്കൾക്കും അധ്യാപകർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. മാർച്ച് 19 വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാളാണല്ലോ. നമ്മുടെ ഇടവക അടുത്ത ഞായറാഴ്ച മാർച്ച് 16 വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാൾ ഭക്തിയാദരപൂർവ്വം ആഘോഷിക്കുകയാണ്. രാവിലെ 8:30 കുരിശിന്റെ വഴിയോടുകൂടി തിരുനാൾ കർമ്മങ്ങൾ ആരംഭിക്കും. 9:15 ആഘോഷപൂർവമായ തിരുനാൾ കുർബാന, തുടർന്ന് ലതീഞ്ഞും ഊട്ടുനേർച്ചയും ഉണ്ടായിരിക്കുന്നതാണ്. ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തിരുനാളിന് നേതൃത്വം നൽകുന്നത് നസ്രത്ത് യൂണിറ്റിലെ ഇടവകാംഗങ്ങളാണ്. അടുത്തതായി ഫാത്തിമ മാതാ ഇടവക തിരുനാൾ വാർത്തകൾ. മെയ് 4 തിരുനാൾ കൊടിയേറ്റും കുട്ടികളുടെ ആഘോഷപൂർവമായ വിശുദ്ധ കുർബാന സ്വീകരണവും. 5 മുതൽ 9 വരെയുള്ള തീയതികളിൽ വൈകുന്നേരം 5:30 ആഘോഷപൂർവമായ വിശുദ്ധ കുർബാനയും ലതീഞ്ഞും. 10, 11 തീയതികളിൽ ആഘോഷപൂർവമായ തിരുനാൾ കുർബാന. നോമ്പുകാലം 2ാം ഞായർ വായനകൾ. 1ാം വായന ഉൽപ്പത്തിയുടെ പുസ്തകം 5ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. ലേഖന വായന റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6ാം അധ്യായം 15 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7ാം അധ്യായം 21 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. നാളത്തെ കുടുംബ സമ്മേളനങ്ങൾ ഗലീലി യൂണിറ്റിൽ തുണ്ടത്തിൽ ബേബിയുടെ ഭവനത്തിൽ വെച്ച് വൈകുന്നേരം 4 മണിക്ക്. ജോർദാൻ യൂണിറ്റിൽ വൈകിട്ട് 5 മണിക്ക് ജോൺസൺ പനക്കപ്പള്ളിയുടെ ഭവനത്തിൽ വെച്ച്. സ്നേഹമുള്ളവരെ, എല്ലാ മാസവും നടത്തിവരുന്ന ഫാത്തിമ മാതാ ഏകദിന കൺവെൻഷൻ ഈ മാസവും മാർച്ച് 13 വ്യാഴാഴ്ച വൈകുന്നേരം 4:30 ഫാത്തിമ മാതാ തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. കുംഭസാരം, വിശുദ്ധ കുർബാന, രോഗശാന്തി ശുശ്രൂഷ, ആരാധന, നേർച്ചക്കഞ്ഞി എന്നിവയുണ്ടായിരിക്കും. പ്രാർത്ഥിക്കാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുമായി ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നോമ്പുകാലത്തിന്റെ ചൈതന്യം പകർന്നുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും അഗളി ഫാത്തിമ മാതാ തീർത്ഥാടന കേന്ദ്രത്തിൽ കുരിശുമലയിലേക്ക് പരിഹാര പ്രദക്ഷിണവും തുടർന്ന് വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും. ഈ മാസം മാർച്ച് 14 വെള്ളിയാഴ്ച വിശുദ്ധ കുരിശിന്റെ വഴിക്ക് നേതൃത്വം നൽകേണ്ടത് കാൽവരി യൂണിറ്റാണ്. ഈ ആഴ്ചയിലെ ഭക്തിസാന്ദ്രമായ കുരിശിന്റെ വഴിക്ക് നേതൃത്വം നൽകിയ നസ്രത്ത് യൂണിറ്റിന് നന്ദി അറിയിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ഇടവകയിലെ എല്ലാ കുട്ടികളും നോമ്പുകാലത്ത് വിശുദ്ധ കുർബാനയ്ക്ക് വളരെ സജീവമായി പങ്കുകൊള്ളുന്നു. എല്ലാ ദിവസവും അവർ വന്ന് കാർഡിൽ ഒപ്പിടുന്നുണ്ട്. വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളുന്ന എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ. അതോടൊപ്പം തന്നെ നോമ്പുകാലത്തോടനുബന്ധിച്ച് നമ്മുടെ ഇടവകയിൽ നിന്ന് മലയാറ്റൂർക്ക് തീർത്ഥാടനം നടത്താറുണ്ട്. മലയാറ്റൂർ തീർത്ഥാടനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവർ മാതൃവേദി ഭാരവാഹികളുടെ കയ്യിൽ പേരുകൾ നൽകേണ്ടതാണ്. അതുപോലെ തന്നെ നോമ്പുകാല ചിന്തയുണർത്തുന്ന നോമ്പ് വിചാരം എന്ന ഷോർട്ട് വീഡിയോ എല്ലാ ദിവസവും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ വോയിസ് 13 ഈ ആഴ്ചകളിലെ വാർത്തകൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നമ്മുടെ ഈ പുതിയ സംരംഭത്തോട് എല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6 മണിക്കാണ് വോയിസ് 13 ന്യൂസ് സംപ്രേഷണം ചെയ്യുക. അപ്പോ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സംഭവം കൊള്ളാം. എന്താ ഈ വോയിസ് 13? എടാ 13 എന്താ നിനക്ക് അറിഞ്ഞോളാ? അറിയില്ല. അതായത് മാതാവ് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടത് 13-ാം തീയതി അല്ലേ?
നമ്മുടെ പള്ളിപ്പെരുന്നാളും 13-ാം തീയതി അല്ലേ? അതാണ് ഈ 13ന്റെ പ്രത്യേകത. എടാ തുടക്കമൊക്കെ അടിപൊളിയായിരുന്നു, ഇനി നന്നായിട്ട് പോയാ മതി. മക്കളെ സപ്പോർട്ട് ചെയ്യണേ.